സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. പരസ്പരം മാറിപ്പോകാൻ ചാൻസ് ഉള്ള PSC ആവർത്തിച്ച് ചോദിക്കുന്ന സുപ്രധാന ചോദ്യങ്ങൾ. ഈ ഒരു ക്ലാസ്സിൽ 50+ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി 26 ആണ്. ജനുവരി 26. ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം എന്നാണ്? ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 14. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നത് ആചാര്യ JB കൃപാലാനിയാണ്. ആചാര്യ JB കൃപാലാനിയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നത്. അടുത്തൊരു ചോദ്യം ചോദിക്കാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലമന്റ് ആറ്റ്ലി ആണ്. ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യമാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവായിരുന്നത് ജോർജ് 6 ജോർജ് 6. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് ആചാര്യ JB കൃപാലാനി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലമന്റ് ആറ്റ്ലി. ബ്രിട്ടനിലെ രാജാവായിരുന്നത് ജോർജ് 6. അടുത്ത ചോദ്യം, പൈക്ക കലാപം നടന്ന വർഷം. പൈക്ക കലാപം നടന്നത് 1817. ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള നടന്ന വർഷം ഏതാണ്? 1857. ശിപ്പായി ലഹള എന്നറിയപ്പെട്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. പൈക്ക കലാപം നടന്നത് 1817. സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം പൂനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? മദ്രാസ് ആണ്. ഒന്നും കൂടി നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം ഏത് എന്ന് ചോദിച്ചാൽ പൂനെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ഏത് എന്ന് ചോദിച്ചാൽ ബോംബെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത് എന്ന് ചോദിച്ചാൽ മദ്രാസ് ആണ്. ഭാരത് നവജവാൻ സഭ സ്ഥാപിച്ചത്. ഭാരത് നവജവാൻ സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്. സഭയുടെ പേര് ഭാരത് നവജവാൻ സഭ. ഭാരത് നവജവാൻ സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് പേരെന്താണ്? അഭിനവ് ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് ആരാണ്? AV കുഞ്ഞമ്പു ആണ്. AV കുഞ്ഞമ്പു അഭിനവ് ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് എന്തിന്റെ മാതൃകയിലാണ്? ഭാരത് നവജവാൻ സഭയുടെ മാതൃകയിലാണ് ഭാരത് നവജവാൻ സഭ സ്ഥാപിച്ചത് ആരാണ്? ഭഗത് സിംഗ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. ഏത് ബാങ്കിന്റെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ആരാണ്? ലാലാ ലജ്പത് റായ്. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പട്ടാഭി സീതാരാമയ്യ ആണ്. പട്ടാഭി സീതാരാമയ്യ. ഒന്നും കൂടി, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പട്ടാഭി സീതാരാമയ്യ. അടുത്ത ചോദ്യം, ദക്ഷിണേശ്വരത്തെ സന്യാസി. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. സബർമതി ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ്. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭവെയാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസർ. സബർമതി ആശ്രമത്തിലെ സന്യാസി മഹാത്മാഗാന്ധി. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭവെ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട് ചുമതല വഹിച്ചത് ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോനാണ്.
നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട് ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ VP മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത് എന്ന് ചോദിച്ചാൽ. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരമാണ്. 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം, വർഷം 1917. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരമാണ്, വർഷം 1918. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായ മലയാളി ആരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കറാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി ആരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാബായ് നവറോജി. സ്വദേശി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ആദ്യത്തേത് ഏതാണ്? സ്വരാജ് ആണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാബായ് നവറോജി. സ്വദേശി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരുക, ഞാൻ ഇന്ത്യയെ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു എങ്ങനെയാണ് പറഞ്ഞത്? എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. റോബർട്ട് ക്ലൈവ് എന്താണ് പറഞ്ഞത്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ കീഴടക്കാം എന്നാണ്. റോബർട്ട് ക്ലൈവ്, കഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം, അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചതാരാണ്? മഹാത്മാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പുലയരാജ എന്നറിയപ്പെട്ടത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെട്ടത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം 1938. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1938. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ 1939. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയിട്ട് മാറിയ വർഷം 1939. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയതെന്ന് ചോദിച്ചാൽ 1938. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം ആരുടേതാണ്? സി ശങ്കരൻ നായരാണ്. പേര് ഗാന്ധിയും അരാജകത്വവും. സി ശങ്കരൻ നായർ. ഗാന്ധിയും സ്റ്റാലിനും ആരാണ് എഴുതിയത്? ലൂയിസ് ഫിഷർ ആണ്. ലൂയിസ് ഫിഷർ. പേരെന്താണ്? ഗാന്ധിയും സ്റ്റാലിനും. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയതാരാണ്? NV കൃഷ്ണവാര്യർ ആണ്. അപ്പൊ ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് സി ശങ്കരൻ നായർ. ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത് ലൂയിസ് ഫിഷർ. ഗാന്ധിയും ഗോഡ്സെയും എന്ന പുസ്തകം എഴുതിയത് NV കൃഷ്ണവാര്യർ. അടുത്തത്, ഉണരുവിൻ എണീക്കുവിൻ അണിനിരന്നു കൊള്ളുവിൻ രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടാൻ മനോഹരം സ്വതന്ത്രമായ ഭാരതം, സ്വതന്ത്രമായ കേരളം, സ്വതന്ത്രമായ സമത്വവും എന്ന വരികൾ എഴുതിയത് ആരാണ്? ബോധേശ്വരനാണ്. ബോധേശ്വരൻ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ബോധേശ്വരൻ എന്താണ്? ഉണരുവിൻ എണീക്കുവിൻ അണിനിരന്നു കൊള്ളുവിൻ
രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടിൻ മനോഹരം, സ്വതന്ത്രമായി 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 ഭാരതം, സ്വതന്ത്രമായി കേരളം, സ്വതന്ത്രമായി സമത്വവും. ഈ വരികൾ ആരുടേതാണ്? ബോധേശ്വരൻ്റെതാണ്. ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെട്ടത് ആരാണ്? ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെട്ടത് ലോർഡ് ഇർവിൻ ആണ്. ക്രിസ്ത്യൻ വൈസ്രോയ് ലോർഡ് ഇർവിൻ. ഇന്ത്യയിലെ ഏക ജൂത വൈസ്രോയ് ആരാണ്? ലോർഡ് റീഡിംഗ് ആണ്. ജൂത വൈസ്രോയ് എന്നറിയപ്പെട്ടത് ലോർഡ് റീഡിംഗ്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാണ് സുരേന്ദ്രനാഥ് ബാനർജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാണ് ദാദാഭായ് നവറോജി. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? കയ്യൂർ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ ഏത് സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. 1921 എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? മലബാർ ലഹളയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പം മലബാർ ലഹളയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് 1921. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ആരാണ്? സി ശങ്കരൻ നായരാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് സി ശങ്കരൻ നായർ. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭു. 1857 വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാൽമേഴ്സ്റ്റൺ. 1857 വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് പാൽമേഴ്സ്റ്റൺ. 1858 വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയയാണ്. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ, ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നത് വിക്ടോറിയ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നറിയപ്പെട്ടത് ആരാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സർ ഹ്യൂഗ് റോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സർ ഹ്യൂഗ് റോസ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചതാരാണ്? കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവും ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവുമാണ്. അടുത്ത ചോദ്യം, 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധി. വർഷമേതാണ്? 1930 ആണ്. സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അബ്ബാസ് തിയബ്ജി ആണ്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം കൊടുത്തത് അബ്ബാസ് തിയബ്ജി. ഉപ്പു സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് തിയബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? സരോജിനി നായിഡുവാണ്. 1930 മഹാത്മാഗാന്ധി ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. മഹാത്മാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അബ്ബാസ് തിയബ്ജിയാണ്. അബ്ബാസ് തിയബ്ജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സരോജിനി നായിഡുവാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് വെക്കുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.